കൃത്യമായി 10-15 അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു. ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരിൽ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായകൻ വിനയനിൽ നിന്നുണ്ടായിട്ടുണ്ട്. അല്ല, ശരിയാണ് ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശിച്ചില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം അതിന്റെ അംഗങ്ങളാകേണ്ടത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ എന്താ ശരിയല്ല മാവാ, ശരിയല്ലെന്ന് 15-10 അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. അല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. അവർ തന്നെ ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റിയും ഉദ്ദേശിച്ചത്? എന്തായിരിക്കും അതിനകത്തുള്ള പരാമർശം? അതിന് ഞാൻ എങ്ങനെ മറുപടി പറയും? മോഹൻലാലിനെ വെച്ച് അല്ലെങ്കിൽ മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിന് മമ്മൂട്ടിക്ക് നിർദ്ദേശിക്കാലോ ഇന്നാളെ വേണ്ട, അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികൾ. എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ, അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. കലക്കെന്ന് പറഞ്ഞതാ. മുമ്പത്തെ പരിസ്ഥിതി അല്ല ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും സെറ്റിൽ പോയി നോക്കൂ. ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്, അല്ലാതെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. 17 തവണ റീടേക്കിലൂടെ ഷോട്ട് വീണ്ടും എടുക്കാൻ നിർബന്ധിക്കുന്ന നടനെ കുറിച്ച് പറയുന്നു. രാത്രി കാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ശരി സാറല്ലേ, വാതിലോർക്കരി അച്ചോട്ടനാണ് കീലേരി. അപ്പോൾ ഇവരൊന്നും, ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.